ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാപ്പറ്റീസ് വേൾഡ്. എൻ്റെ വീട്ടിൽ ഞാൻ കപ്പ നടുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഇവിടെ വീട്ടിൽ ഇതിന് മുമ്പ് കുഴിച്ചിട്ടിരുന്ന കപ്പ മാന്തി എടുത്ത സമയത്ത് കിട്ടിയ കൊമ്പാണിത്. അപ്പം അത്യാവശ്യം മൂപ്പുണ്ട് കൊമ്പിന്. കപ്പ നല്ല പൊടിയുള്ള കപ്പയായിരുന്നു. എന്നാൽ ഞാൻ വീട്ടിൽ കപ്പ നടുന്ന രീതി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ ഭാഗത്തായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇവിടെ 2 കിളികൾ ഒളിച്ചുകളി കളിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോസ് കൂടി ഇടുന്നത് കേട്ടോ. ഇനി കുറച്ച് ഭാഗങ്ങൾ കട്ടിയിട്ട് കളക്കിയിട്ടുള്ള വെള്ളത്തിലും വെണ്ണീരിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അത് എങ്ങനെയാണ് ഡിപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് മുകളിലൊരു മുട്ട് പോലെ കാണുന്നില്ലേ, ആ ഭാഗത്താണ് ഇല വരിക. അതുകൊണ്ട് ആ താഴത്തെ ഭാഗം നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കണം. അതായിരിക്കും മണ്ണിലേക്ക് കുത്തി കൊടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഈ കൊമ്പിന് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചാണകവെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വെണ്ണീരിൽ ഡിപ്പ് ചെയ്യണം. എൻ്റെ വെണ്ണീര് കുറച്ച് നനഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും ഒരു പേസ്റ്റ് രൂപത്തിലാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നു. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മണ്ണ് റെഡിയാക്കി എടുക്കണം. ഞാൻ ഓൾറെഡി ഇവിടെ ഞാനിതിന് മുമ്പ് പറഞ്ഞ പോലെ കുമ്മായം 10 ദിവസം ഇട്ടതിന് ശേഷം ഉണ്ടാക്കും. അത്യാവശ്യം ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയുടെ അതേ അളവിൽ കൊക്കുപ്പിറ്റും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊത്തിയെടുത്തതാണ് ഈ മണ്ണ്. അത് ഞാൻ ഒന്നിച്ചൊരു വരമ്പ് പോലെ ആക്കിയിട്ടല്ല കുഴിച്ചിടുന്നത്. സാധാരണയായിട്ട് നമ്മൾ കപ്പ വരമ്പെടുത്തിട്ടാണ് കുഴിച്ചിടാറുള്ളത്. നീളത്തിൽ വരമ്പെടുത്തിട്ട് എല്ലാ കൊമ്പുകളും നീളത്തിൽ കുഴിച്ചിടാറുണ്ട്. ഞാൻ പലപ്പോഴും അങ്ങനെയല്ല. ഞാൻ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ മണ്ണ് ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ടാണ് ഈ കൊമ്പ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഒഴിവുള്ളത് ആ ഭാഗത്തായിട്ട് നമുക്ക് കുഴിച്ചിടാം. അതെപ്പോഴും നോക്കേണ്ടത് കുറച്ച് അധികം മണ്ണ് വേണം ആ കൊമ്പ് അമർന്നുള്ളിലേക്ക് ഇറങ്ങി നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ നടുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നടരുത്. എപ്പോഴും അതിൻ്റെ കൊമ്പ് കുറച്ച് ചരിച്ചിട്ടാണ് നടേണ്ടത്. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നടുന്ന സ്ഥലത്തൊക്കെ കുറേശ്ശായിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ്. ഇതെൻ്റെ വലിയ ചേമ്പാണ്. ഇതൊരു ദിവസം നമുക്ക് പിഴുതെടുത്തിട്ട് ചേമ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഈ ഒരു രീതിയിലാണ് മണ്ണിടേണ്ടത്. മിക്സ് ചെയ്ത മണ്ണൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൊമ്പ് നടാനായിട്ട് പോകും. കൊമ്പ് നടുന്ന സമയത്ത് കുറച്ചൊന്ന് ചരിച്ചിട്ടാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മണ്ണ് ഒന്ന് അമർത്തി കൊടുക്കണം. ചുറ്റുമുള്ള മണ്ണ് അമർന്ന് നോക്കണം. അത് എല്ലാ കൊമ്പും ഞാൻ അതുപോലെ തന്നെയാണ് ചരിച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വെയിലുള്ള ഭാഗത്തായിട്ട് കുഴിച്ചിടുന്നതായിരിക്കും നല്ലത്. കുറച്ച് വെയിൽ അത്യാവശ്യമാണ് അതിന്. അതുപോലെ തന്നെ നമ്മൾ നട്ട് ഇങ്ങനെ ഇലയൊക്കെ തെഴുത്ത് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വരുന്ന ഉണക്കയിലേക്ക് ഉണ്ടെങ്കിൽ അതിന് മേലായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കിഴങ്ങ് ഇറങ്ങിക്കോളും. ചരിച്ച് നടന്ന സമയത്താണ് എപ്പോഴും നമ്മുടെ കപ്പ ഒരുപാട് ഉണ്ടായി കാണുന്നത്. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്ത സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ കൊമ്പ് ചരിച്ച് ഈ ഒരു രീതിയിൽ ചരിച്ചിട്ട് കൊടുത്തു. ഞാനെല്ലാം നട്ട് കൊടുത്തു, എന്നിട്ട് നനച്ചും കൊടുത്തു. ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ കപ്പ നടുന്ന രീതി. നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്ര കുറച്ച് സ്ഥലമായാലും നമുക്ക് നമ്മുടേതായ കൃഷികളൊക്കെ ചെയ്ത് നോക്കാം അല്ലേ.